ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് 4 kg ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ അതിലേക്ക് 5 kg ബീഫ് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. ആവശ്യത്തിനുള്ള സവാള നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അതുപോലെ നമ്മൾ കഴുകി വെച്ച ബീഫ് 2 കുക്കറിലായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കറിൽ മൂടി വെക്കാം. കുക്കർ തിളച്ചു പോവാതിരിക്കാനുള്ള ഒരു ടിപ്സാണിത്. നമ്മുടെ ബീഫിന്റെ മുകളിലായിട്ട് ഒരു സ്പൂൺ വെച്ചാൽ തിളച്ചു പോവില്ല. അടുത്തതായിട്ട് നമ്മളൊരു അടികട്ടിയുള്ള പാത്രം വെച്ച് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ കുക്കർ വിസിലടിക്കുന്നുണ്ട്. ഒരു 4-5 വിസിലടിച്ചു കഴിഞ്ഞാൽ ബീഫ് വേവും. അടുത്തത് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് ചതച്ചെടുക്കണം. നമ്മൾ അമ്മിയിലാണ് ചതച്ചെടുക്കുന്നത്. അത് നമ്മുടെ സവാള നന്നായിട്ട് വഴറ്റിയാണ്. അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള തക്കാളി, പച്ചമുളക് കഴുകി വൃത്തിയായി കട്ട് ചെയ്തെടുക്കണം. അതും കൂടെ നമ്മൾ സവാളയിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടുത്തതായി നമ്മൾ അതിലേക്ക് ഇടുന്നത് ചിക്കൻ മസാലയാണ്. ആവശ്യത്തിന് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് പുതിന ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം മസാല നന്നായി മിക്സ് ചെയ്യുക. അടിയിൽ പിടിക്കാതിരിക്കാൻ നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ വേവിച്ച് വെച്ച ബീഫ് കുക്കറിൽ നിന്നും ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുക്കറിലുള്ള വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ബീഫ് മാത്രമായിട്ട് കോരി എടുത്താൽ മതി. അപ്പൊ അതിലുള്ള വെള്ളം അധികമുള്ളത് നമുക്ക് മാറ്റി വെക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഇതിലെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം. അടിയിൽ പിടിക്കാതെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് കശുവണ്ടിയും ഉണക്കമുന്തിരിയും വറുത്ത് കോരി എടുക്കുകയാണ്. ഇനി നമുക്ക് റൈസ് വെക്കണം. അതിനു വേണ്ടിയിട്ട് ആദ്യം കശുവണ്ടിയും ഉണക്കമുന്തിരിയും വറുത്ത് കോരി എടുക്കുകയാണ്.
ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഒന്ന് ചെറുതായിട്ട് ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അരിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം. ഒരു കപ്പ് അരിക്ക് ഒരു ഗ്ലാസ് അരിയിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബീഫിന്റെ വെള്ളം അധികമുള്ളത് ഇതിലേക്ക് ഒഴിക്കാം ട്ടോ. ഇനി ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ബേ ലീഫ് ഇടുന്നുണ്ട്. നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ച അരി ഇട്ട് കൊടുക്കുക. അരി ഇട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കട്ട പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ അരിയെല്ലാം വെന്ത് ഇനി നമ്മൾ ദമ്മിടാൻ പോവുകയാണ്. അപ്പോൾ വേവിച്ച് വെച്ച നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബീഫിലേക്ക് കുറച്ചായിട്ട് ചോറ് ഇട്ട് കൊടുക്കുകയാണ്. വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഓരോ ലെയർ ആയിട്ടാണ് ഇട്ട് കൊടുക്കാൻ പോണത്. അതിന് മുകളിലേക്ക് പുതിനയും മല്ലിച്ചപ്പും നമ്മുടെ ഡാൽഡ ഒഴിക്കുക. നമ്മൾ വറുത്ത് വെച്ച നട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഗരം മസാല ഇടുക. അതിനുശേഷം അടുത്ത ലെയറും അതുപോലെ സെറ്റ് ചെയ്യാം. ഈ സെയിം മെത്തേഡിൽ തന്നെ നമ്മുടെ നട്സുകളും പുതിനയും മല്ലിച്ചപ്പും ഗരം മസാല പിന്നെ RKG ഒക്കെ ഒഴിക്കുക. ദമ്മിടാൻ പോവാണ്. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചും പൊട്ടിക്കുക. ഇനി നമ്മൾ ദമ്മിടാൻ വേണ്ടി കനല് മുകളിൽ ഇട്ട് കൊടുക്കുക.
ഇതുപോലെ ചെറിയൊരു പാത്രത്തിൽ വെള്ളം വെച്ച് കനൽ വെച്ചിട്ടുണ്ട്. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. 4 kg ബീഫ് ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ അച്ചാറും അതുപോലെ പുളിയിഞ്ചി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.